ദജ്ജാലിന്റെ പിറകിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക യഹൂദികളാണ്. ദജ്ജാലിന്റെ പിറകിൽ ഏറ്റവും അധികം ദജ്ജാലിനെ അവർ സ്വീകരിക്കുകയും ചെയ്യും, എല്ലാ ഒത്താശയും ചെയ്യും. ആ ദജ്ജാലിനെ പറ്റി പറഞ്ഞെടുത്ത് അവൻ പുറപ്പെടുന്നതിന്റെ അടയാളങ്ങൾ പറഞ്ഞപ്പോ തഹുബ്ബു റീഹുൻ കരീഹി ഖൗമി ആദ്, ലോകത്ത് വലിയ കാറ്റടിച്ച് വീശിയിട്ടുണ്ട് ആദ് സമൂഹത്തിന് നേർക്കുള്ള ഒരു കാറ്റ്. അത് ഇടമുറിയാത്ത കാറ്റാണ്. സഖറഹ അലൈഹിം സബ്അ ലയാലിൻ വ സമാനിയത അയ്യാമിൻ ഹുസൂമാ, തുടരെ 8 ദിവസം 7 രാത്രിയും 8 പകലുമായിട്ടുള്ള കാറ്റങ്ങോട്ടടിച്ച് വീശി. അങ്ങനെയാണ് ആദ് ഗോത്രത്തെ മുഴുവനും അല്ലാഹു തആല നശിപ്പിച്ചത്. അതുപോലെ ഒരു കാറ്റടിച്ച് വീശി. ജനങ്ങൾ യസ്മഊന സ്വൈഹത്തൻ അളീമാ, വലിയൊരു അട്ടഹാസം കേൾക്കും. ഈ സംഭവങ്ങൾ സംഭവിക്കുമ്പോ നാട്ടിൽ നിന്ന് നന്മകളും മറ്റുമൊക്കെ പച്ച പിടിപ്പിച്ച നാട്ടിൽ നിന്ന് പതുക്കെ പതുക്കെ അതൊക്കെ നീങ്ങിയിട്ടുണ്ടാകും. അധർമ്മങ്ങളൊക്കെ പല ഭാഗത്തും ഇങ്ങനെ കൂടി വന്ന് ബഹുമാനപ്പെട്ട ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു പല ഭാഗത്തും നീതി നിറച്ചതൊക്കെ ചില ഭാഗങ്ങളിലൂടെ ഇങ്ങനെ കെട്ടുപോയി. ആ ഭാഗങ്ങളിലൂടെ ഇവനങ്ങനെ വേരൂന്നി ഇങ്ങനെ വരും. എന്നിട്ട് അതങ്ങനെ വികസിപ്പിക്കും. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു ഇവിടെ ഭരിച്ച് അതിന്റെ ഏകദേശം ഒരു അവസാന ഘട്ടത്തിൽ ഇവന്റെ വരവാണ്. പല ഭാഗങ്ങളും ഭരിച്ചു 7 കൊല്ലം ഭരിക്കുന്നവന്നല്ലോ അവസാന ഘട്ടത്തിൽ. വയഖ്റുജു മിൻ നാഹിയത്തിൽ മശ്രിഖ് മിൻ ഖറിയത്തിൻ തുസമ്മാ ദസർ അബാദീൻ, ദസർ അബാദീൻ എന്ന് പേരുള്ള ഒരു ഖറിയയിൽ നിന്ന് ദജ്ജാല് മശ്രിഖിന്റെ ഭാഗത്ത് നിന്ന് രംഗപ്രവേശനം ചെയ്യും. അവൻ ഒരു കഴുതപ്പുറത്ത് പുറപ്പെടും. എന്നിട്ട് യതനാവലു സഹാബ ബിയദിഹി, ജനങ്ങൾ കാണും കൈകൊണ്ട് മേഘം ഇങ്ങനെ തൊടും. ആളുകൾ വെറുതല്ല പിന്നാലെ വീടുന്നത്, അവന്റെ അടുത്തുള്ള ആ കബളിപ്പിക്കുന്ന സ്വഭാവല്ലേ അതവന്റെ പിന്നെ ശരീരത്തിൽ തന്നെ ഉണ്ട്. അത്രയും നീള ഹൈറ്റാണ്. ആള് കൈകൊണ്ട് ഇങ്ങനെ തൊടുമ്പോ ആൾക്കാർക്ക് ഇങ്ങനെ അത് സംഗതി മേഘം തന്നെ കേട്ടോ തൊട്ടത്, അല്ലാതെ എവിടെ ഇപ്പൊ തൊട്ടത്? നിങ്ങൾ പറഞ്ഞ മേഘ തൊട്ടത്. കാണുന്ന ആൾക്കാർ ഇപ്പൊ തൊട്ടത് ഏതാ? മേഘ തൊട്ടത്. ആൾക്കാരിപ്പോ അതിൽ പറ്റിപ്പോകാന് കൂടുതലൊന്നും വേണോ? ചെറിയ ഏതെങ്കിലും ഒരാൾ വന്നിട്ട് ഒരു കൺകെട്ട് നടത്തിയാൽ വീണു പോണ ആൾക്കാരല്ലല്ലേ. ആ കൺകെട്ട് വിദ്യ ഒന്ന് മൊബൈലിലാക്കിയിട്ടൊന്ന് സ്ലോ ആക്കിയാൽ അതിനെ കള്ളി പൊളിയും. അതൊന്ന് സ്ലോ ആക്കിയിട്ടൊന്ന് പിടിച്ചു നോക്കിയാൽ മതി. ആൾക്കാരെ കണ്ണ് ഏത് രൂപത്തിൽ കെട്ടണം അതിനനുസരിച്ച് സ്പീഡിൽ പുറത്ത് ചെയ്യണം. അതാണ് ഇവന്റെ അടുത്ത് അങ്ങനത്തെ ജാലവിദ്യയും സിഹറുമാണ് അധികം ഉള്ളത്. ദജ്ജാലിന്റെ അടുത്ത് അങ്ങനത്തെ ആൾക്കാരും അവന്റെ അടുത്ത് അധികം ഉണ്ടാവും. അതുകൊണ്ടല്ലേ മുമ്പ് ബഹുമാനപ്പെട്ട അജ്മീർ ഷെയ്ഖ് അജ്മീറിൽ വന്നപ്പോ അജ്മീർ ഷെയ്ഖിനെ നേരിടാൻ വേണ്ടി മുകളിലൂടെ ഒരാൾ പറന്നു എന്നാണ്, നേരെ കൂടെ അന്തരീക്ഷത്തിലൂടെ പറന്നപ്പോ അജ്മീർ ഷെയ്ഖ് ഒരു കൊട്ടരം കുട്ടി ആൾ താഴോട്ട് വിടാ. മേലെ കൂടെ പറഞ്ഞ ആള് മഹാനവറുകൾ ചെറിയൊരു ചുട്ടിട്ട് ഒരു ശബ്ദം ഉണ്ടാക്കിയിട്ടുള്ള കൈകൊണ്ട് താഴോട്ട് വീണു. അയാൾ താഴോട്ട് വീണപ്പോ പിന്നെ അടുത്ത ആൾക്ക് പോകാൻ പേടി. അങ്ങനെ അത്രയും ഉയർത്തും താഴോട്ട് വീണ ആ ചെറിയ പരിക്കൊന്നല്ല ഉണ്ടാകുക. പിന്നെ ഇപ്പൊ അടുത്തൊന്നും ആള് നീച്ചലുണ്ടാവും. പിന്നെ അവര് അജ്മീർ ഷെയ്ഖിന്റെ മുന്നിൽ തോറ്റതാണ്. അവരെ സിഹർ കൊണ്ടും മറ്റൊക്കെ കാര്യങ്ങൾ നടക്കാതെ തോറ്റതാണ് അവിടുത്തെ ഭരണാധികാരികൾ. പിന്നെ മഹാനവറുകൾ പറയുന്ന വിഷയങ്ങൾ സമ്മതിച്ചു, സ്വീകരിച്ചു. അവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട വിഷയമാണല്ലോ അയിത്തുണ്ടായിരുന്നു എന്ന്. ആ അയിത്തം തുടച്ചു നീക്കിയതിൽ മുഖ്യ പങ്ക് വഹിച്ച ആളാണ് ബഹുമാനപ്പെട്ട ഹാജാ തങ്ങൾ. അതുകൊണ്ടാണ് അനാസാഗർന്ന് വെള്ളം എടുക്കണ്ടെന്ന് പറഞ്ഞത്. അവരോട് വെള്ളം എടുക്കാൻ പറ്റില്ല. എന്നാ ഒരു കോപ്പ വെള്ളം മുക്കി, ഒരു കോപ്പ വെള്ളം കൂടെ മുക്കി, നമുക്കൊരു കോപ്പ മതി മുക്കിക്കോന്നു. ഒരു കോപ്പ വെള്ളം മുക്കി വെള്ളം കൊണ്ട് വറ്റിപ്പോയി. എന്ത് ചെയ്യും? 10,000-കണക്കിന് ആളുകൾ കുടിക്കുന്ന വെള്ളം വറ്റിപ്പോയാൽ എന്ത് ചെയ്യും? വരേണ്ട ആൾക്കാരൊക്കെ എല്ലാ ആൾക്കാരും മുന്നിലെത്തി. അങ്ങനെ വെള്ളം കുടിക്കാൻ കിട്ടിയതേ പോയിന്റെ മാർക്ക്. വെള്ളം കൊണ്ട് പറ്റിയ പിന്നെ കിണറ്റിൽ വെള്ളം ഉണ്ടാവും, കുളത്തിലുണ്ടാകും. എവിടെ വെള്ളം ഉണ്ടാകുന്നത്? ഇപ്പൊ ഈ ചാലിയാർ അങ്ങനെ പറ്റി അങ്ങനെ ഉണ്ടാവും സ്ഥിതി കണക്കായത് തന്നെ. ചാലിയാറൊക്കെ മറ്റൊന്ന് ദിവസം വരുന്ന കേട്ടോ, നമുക്ക് പറയാം പിന്നീട്. എല്ലാ ചാലിയാറും മറ്റൊന്ന് മറ്റേ ആൾക്കാർ വരുമ്പോഴേ ഇന്നത് ചാലിയാർ വലിയ വലിയ സമുദ്രം മറ്റു പിന്നെ ചാലിയാറൊക്കെ പറ്റി. അപ്പോ ഇത് പറ്റിയപ്പോ ആളുകൾക്ക് കുടിക്കാൻ വെള്ളം വേണ്ട. കാൽക്കൽ വന്ന് വീണ് അഭ്യർത്ഥിച്ചു, ഞങ്ങക്ക് വെള്ളം എടുക്കാൻ പറ്റൂലേ? നിങ്ങൾക്ക് എത്രയും വെള്ളം എടുത്തൊരു കുഴപ്പമില്ല, ഒരു തടസ്സം ഉണ്ടാകൂല. ആ ഒരു കോപ്പ വെള്ളം അങ്ങോട്ട് തന്നെ കൊണ്ടുപോയി ഒഴിച്ചു. അനാസാഗർ ഇന്നും അതവിടെ വറ്റാതെ താഴോട്ട് പോകാതെ. അങ്ങനെ തുടങ്ങി പല ഭാഗങ്ങളിലും നിലനിന്നിരുന്ന അസാംസ്കാരിക പ്രവർത്തനങ്ങളും മറ്റുമൊക്കെ മനുഷ്യ മനസ്സിൽ നിന്ന് തുടച്ചു നീക്കിയിട്ട് വലിയ സ്നേഹവും സൗഹാർദ്ദവും ജനങ്ങൾക്കിടയിൽ നട്ടു വളർത്തിയ മഹാനാണ് ഖാജാ മൊയ്നുദ്ദീൻ ചിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഇരിക്കട്ടെ, ശൈത്താന് വരുമ്പോ ദജ്ജാൽ വരുമ്പോ മേഘം തൊട്ടത് കാണിക്കും. അതിന്റെ അപ്പുറം അവനിങ്ങനെ കടലിലൂടെ ഒരു യാത്ര ഉണ്ട്. എങ്ങനെ യാത്ര? ഞെരിയാണി, അവന്റെ കാവ് ഞെരിയാണിയുടെ ഭാഗം കടലിൽ താന്നിട്ട് ഇങ്ങനെ നടക്കും. ആളുകളൊക്കെ കാണാൻ എന്താ കാഴ്ച. രണ്ടാമത്തെ ആള് അവന്റെ പിന്നാലെ നടക്കണ്ടല്ലോ, ഓനെങ്ങനെ നടന്ന് കാണിക്കല്ലേ.
അവന്റെ പിന്നാലെ ആളുകൾ കൂടാനുള്ള ഒന്നല്ലേ. അവന്റെ കഴുതയുടെ കാതിന്റെ ചുവട്ടിൽ ഒരുപാട് ആളുകൾക്ക് വന്ന് തണല് കൊള്ളാനുള്ള വിശാലത ഉണ്ടാവുന്നതാണ്. അങ്ങനെ ആളനത്ര വലിപ്പുണ്ടെങ്കിൽ സാധാ കഴുത മതിയാവില്ലത്, വലിയ കഴുത വേണ്ടി. ഭൂമിയിൽ അവൻ താമസിക്കുന്നത് ആകെ 40 ദിവസമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ സൂര്യൻ ഉദിക്കുമ്പോ ആ സൂര്യന്റെ നിറത്തിന് വരെ മാറ്റമുണ്ടെന്ന് മഹാന്മാര് പറയുന്നു. കാബുൽ അഹ്ബാർ റളിയല്ലാഹുവിന്റെ ഉദ്ധരണി ഞാൻ വായിക്കുന്നത്. ഒരു ദിവസം സൂര്യൻ ഉദിക്കും ചുവന്ന രൂപത്തിൽ 40 കഴിഞ്ഞിട്ട്, പിറ്റത്തെ ദിവസം മഞ്ഞ രൂപത്തിൽ, പിറ്റത്തൊരു ദിവസം കറുത്ത രൂപത്തിൽ. അങ്ങനെ പിന്നെ അവന്റെ അവസാനങ്ങളും കാര്യങ്ങളും ആ തീരുന്നത്. പിന്നെ അവന്റെ അവസാനങ്ങളിലേക്ക് പോകണം. ഇരിക്കട്ടെ, ഈ ദജ്ജാലിന്റെ രൂപഭാവങ്ങളൊക്കെ വിശദീകരിച്ചപ്പോ കാബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നല്ല നീളമുള്ള നെഞ്ച്, നല്ലോണം വിശാല വീതിയുള്ള ആളാണ് ദജ്ജാൽ. അതുകൊണ്ടാണ് ഇപ്പൊ ഓരോരുത്തർ ആ രൂപത്തിൽ വരക്കുന്നത്. അപ്പൊ ആൾക്കാർ വരച്ചിട്ട് ഹൈറ്റ് മതിയാകുന്നില്ലല്ലോ, ഇത്രയും വലിയ ഹൈറ്റ് വേണ്ടേ? എത്ര വരച്ചാലും ആ ഹൈറ്റ് എത്തൂല. എന്നിട്ട് ഇവൻ വരും, ഇവന്റെ കൂടെ മാഹു ജബലും മിൻ ഖുബ്സിൻ. ആളുകൾക്ക് ത്വാമാണല്ലോ കാര്യമായിട്ട് വേണ്ടത്. ഒരു മല തന്നെ ഉണ്ടാവും, റൊട്ടിന്റെ പത്തിരിന്റെ ഒരു മല, പൊറാട്ടന്റെ ഒരു മല ഒന്നായിട്ട്. ഖുബ്സ് എന്നുള്ളിൽ പറഞ്ഞാക്കപ്പെട്ട്, അല്ല പൊറാട്ടക്കാരുടെ അർപ്പിണ്ട്. ഈ പറഞ്ഞ ദാനങ്ങളൊക്കെ ഖുബ്സ്, റൊട്ടിക്ക് ഖുബ്സ് തന്നെ പറയാം, പത്തിരിക്ക് ഖുബ്സ് എന്ന് പറയും. ഇവന്റെ ശരീത് പറയലുണ്ട്. ഇതൊക്കെ വജബലും മിൻ അജ്നാസിൽ ഫവാക്കിഹ്. വിവിധ തരം ഫ്രൂട്ട്സുകൾ മാത്രമല്ല, അങ്ങനത്തെ ഒരു മലയുണ്ട് അവന്റെ കൂടെ. ഇവ പോകുന്നിടത്തൊക്കെ ഇത് രണ്ടും ഇങ്ങനെ പോകും. ഇത് ചെറിയ സംഭവമൊന്നുമല്ല, അവനങ്ങനെ പോവുകയാണ്. അതേപോലെ അർബാബുൽ മലാഹി, എല്ലാ തരം കളിക്കാരും അവന്റെ കൂടെ ഉണ്ടാവും. യദ്രിബൂന ബൈന യദൈഹി ബിത്തബൂലി വൽ ഈദാനി വൽ മഗാസിഫ്. സംഗീതങ്ങളൊക്കെ മുഴക്കി നല്ല റെഡിയാക്കി പ്രാവീണ്യം നേടിയ ആൾക്കാരില്ലേ, അവിടെ ഫസ്റ്റ് സീറ്റ് ഉണ്ടാവും. മ്യൂസിക്കിന്റെ ആൾക്കാർക്ക്, ചെണ്ട മുട്ടുന്ന ആൾക്കാർക്ക് ഒക്കെ പരിശീലിപ്പിച്ചൊക്കെ നല്ല ദജ്ജാൽ വരുമ്പോൾ കൊണ്ടുപോയിക്കോളും. അങ്ങനെ ഫലാ യസ്മഉഹു അഹദുൻ ഇല്ലാ തബിഅഹു. ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോ കേൾക്കുന്നവരൊക്കെ ഇവന്റെ കൂടെ പോകാണ്. നമ്മളെ നാട്ടില്, ഇവിടെ ഇപ്പൊ ഈ നാട്ടിൽ ഒരു സങ്കല്പം പറയട്ടോ, പറഞ്ഞാൽ അത്ര ആൾക്കാർക്ക് സങ്കല്പം തോന്നില്ല, കാരണം ആൾക്കാർ കണ്ടതുണ്ട്. ഇവിടെ ഇപ്പൊ ഈ നാട്ടില് കാണാത്ത ഒരു ജീവിനെ കുട്ടികളില്ല. എന്ത് ജീവിയെ പറയാം? ഒരു കാണാത്ത ജീവി വന്നിട്ട് അതിന്റെ ഒരു ഫോട്ടോ കൊടുത്ത് അതൊന്ന് വിട്ടാല് എത്ര പെട്ടെന്ന് ആളുകൾ കാണാൻ വരും. ഈ കൊണ്ടോട്ടിയങ്ങാടിയിൽ എത്ര പെട്ടെന്ന് വരും. നിമിഷ നേരങ്ങളെ കൊണ്ട് നിറയൂലേ, ജനങ്ങൾ നിറയും, നടക്കാൻ സ്ഥലം ഉണ്ടാവില്ല. അപ്പൊ ഈ സൗകര്യങ്ങളൊക്കെ ആയിട്ട് ദജ്ജാൽ വരുമ്പോ എത്ര ആളുണ്ടാവും കൂടെ ഇഷ്ടം പോലെ ആളുണ്ടാകും. ഇല്ലാമൻ അസ്മഹുല്ലാഹ്, അള്ളാഹു ഈമാന് കാവൽ നൽകിയ ആളുകളല്ലാത്ത ആളുകളൊക്കെ ഉണ്ടാവും എന്റെ കൂടെ. കാരണം അത്ഭുതങ്ങൾ കാണിച്ചിട്ട് ജനങ്ങളെ പറ്റിക്കുക എന്നുള്ളതാണ് അവന്റെ ഒരു തിയറി. വേണ്ടതോ കൊടുക്കാൻ, ആളുകൾക്ക് വേണ്ടതല്ലേ ഭക്ഷണം, ഫ്രൂട്ട്സ് വേണ്ടതല്ലേ, കളി ആൾക്കാർക്ക് വേണ്ടേ, കളിക്കാനുള്ള ഉപകരണങ്ങൾ ചാൻസ് കിട്ടിയ ആൾക്കാർ വിടും. നട്ടപ്പാതിലൊക്കെ ഒരു ആൾക്കാരുണ്ട് ഇതിന്റെ പിന്നാലെ. അപ്പൊ അങ്ങനെ തുടങ്ങുമ്പോ ജനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? ഉറപ്പായിട്ടും ഇവന്റെ കൂടെ പോകാൻ ആൾക്കാർ ഒരുപാടുണ്ടാവില്ലേ, ഇഷ്ടം പോലെ ആളുകൾ ഉണ്ടാകും അവന്റെ കൂടെ പോകാൻ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവന്റെ വരവിനെ സംബന്ധിച്ച് വിശദീകരിച്ചപ്പോ ഓരോന്നും അക്കമിട്ട് തങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ട് ദജ്ജാലിന്റെ വിഷയം തന്നെ പറയാൻ ധാരാളമുണ്ട്, കുറച്ചൊന്നുമല്ല. തങ്ങൾ പറഞ്ഞു, ദജ്ജാല് വരുമ്പോ ദജ്ജാലിന്റെ കൂടെ വമാഹു നഹുറുൻ വനാർ, പുഴയും ഉണ്ടാകും തീയും ഉണ്ടാകും. അവൻ എവിടെ വരുന്നോ അവിടെ അവന്റെ ഒരു ഭാഗത്ത് പുഴ, മറ്റൊരു ഭാഗത്ത് വലിയ അഗ്നികുണ്ഡം. നമ്മുടെ നാട്ടിൽ അടുപ്പിലെ തീയല്ല, നരകം എന്ന് പറയുന്ന നരകം. തങ്ങൾ പറഞ്ഞു, ഫമൻ ദഖല നഹ്റഹു വജബ വിസ്റുഹു. അവന്റെ പുഴയിൽ ആരെങ്കിലും സുഖത്തിന് കടന്നോ അവന്റെ കാര്യം പോക്കാം. അവന്റെ ചതിയിൽ കുടുങ്ങി, അവന് കുറ്റുണ്ടായി, നിർബന്ധായി, അവന്റെ കൂലിയും പോയി. ഒമൻ ദഖല നാറഹു വജബ അജ്റുഹു. അവൻ തീയാണ്, നരകാണ് എന്ന് പറയുന്നതിൽ പ്രവേശിച്ചാൽ അവന് കൂലി ഉറപ്പാണ്, അവന് നല്ല സംരക്ഷണം കിട്ടും. ആഖിറത്തിൽ അവനെത്തുമ്പോ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനും കഴിയും. അവൻ ഇവിടെ അവതരിപ്പിക്കുന്ന നരകം മുഅ്മിനീങ്ങൾക്ക് കടക്കാനുള്ള സ്വർഗാണ്. അവൻ ഇവിടെ അവതരിപ്പിക്കുന്ന പുഴ വിശ്വാസമില്ലാത്തവർക്ക് പോയി സുഖിക്കാനുള്ള സുഖകേന്ദ്രമാണ്. ഇത് കാണിച്ച് ആളുകളെ വെട്ടിൽ വീത്താൻ വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആദം നബി അലൈഹി സ്വലാമിനെ സൃഷ്ടിച്ചത് മുതൽ ഖിയാമത്ത് നാളാകുന്നത് വരെ ദജ്ജാലിനെക്കാളും വലിയൊരു വിഷയം ലോകത്ത് വരാനില്ല. ഏറ്റവും വലിയൊരു വിഷയമാണത്. എല്ലാ നബിമാരും അവരുടെ ഉമ്മത്തിന് ദജ്ജാലിനെ പറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അവരാരും പറയാത്ത ഒരു വിഷയം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എല്ലാ നബിമാരും പറഞ്ഞിട്ടുണ്ട് പല വിഷയങ്ങളും, പക്ഷെ ഒരു നബിയും പറയാത്ത വിഷയം പറഞ്ഞു തരാം. അപ്പൊ എന്ത് മനസ്സിലായി? എന്താ മനസ്സിലാകുന്നത്? എല്ലാ നബിമാരെക്കാളും വലിയ ഇൽമ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നൽകിയിട്ടുണ്ട്. എല്ലാ നബിമാരും ദജ്ജാലിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അവരൊന്നും പറയാത്ത വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ തങ്ങളെ ഇൽമ്
അവരെ ഇൽമിനെക്കാളും മികവിലാണ്, ഏറ്റവും മുകളിലാണ് അള്ളാഹു നൽകിയിരിക്കുന്നത്. തങ്ങൾ പറഞ്ഞു, അവരാരും പറയാത്തത് പറയട്ടെ, ഫഅലമൂ അന്ന റബ്ബക്കും ലൈസ ബിഅഅ്വർ, നിങ്ങളെ റബ്ബ് ഒരിക്കലും ഒറ്റക്കണ്ണനല്ല. അതൊരു കുറവല്ലേ? സാധാരണ ആൾക്കാരുടെ തന്നെ ഒരു കണ്ണില്ലാതെ ആൾക്കാർ കുറവല്ലേ? ഈ ദജ്ജാലോ, ആ ദജ്ജാലിനെ നിങ്ങൾ കാണുന്നത് അവൻ അഅ്വറാണ്, ഫഇന്നഹു അഅ്വർ, ഒറ്റക്കണ്ണനാണ്. എന്ന് പറഞ്ഞാൽ ഒരു കണ്ണിനെ കാഴ്ചയുള്ളൂ. രണ്ട് കണ്ണുണ്ട്, പക്ഷെ ഒരു കണ്ണിന്റെ ഭാഗം എന്തായി? ഇന്നദ്ദജ്ജാല മംസൂഹുൽ ഐനിൽ യുസ്റാ, ഇടത്തെ കണ്ണിന്റെ ഭാഗം അങ്ങനെ തടഞ്ഞ് അവിടെ പ്ലെയിൻ ആയിട്ടുള്ളത്. അലൈഹ ലഫ്റത്തുന്നുണ്ട് ചില ഹദീസിൽ. അവിടെ ഒരു ഇറച്ചി കഷ്ണം, ഒരു കട്ടിയുള്ള ഇറച്ചി കഷ്ണം ഇങ്ങനെ കണ്ണിനെ മൂടുന്ന രൂപത്തിൽ ഇറച്ചി കഷ്ണം ഇങ്ങനെ തൂങ്ങി നിൽക്കും. ചില ഹദീസുകളിലൊക്കെ വലത്തെ കണ്ണോ എന്നാ അതും കാണാൻ ചൊറുക്കില്ല, വലത്തെ കണ്ണിങ്ങനെ കന്നഹു ഒരു ഉള്ളിലേക്ക് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ തുറിച്ചു നിൽക്കുന്ന ഒരു മുന്തിരിക്കുരു പോലെ തെറിച്ചിട്ടാ നിൽക്കണം. ഒരു കണ്ണുള്ളത് തന്നെ അതെന്നെ കാണാൻ സുഖമില്ല. മറ്റേതാണെങ്കിലോ മംസൂഹുൽ ഐനാണ്. അത് ഇടത്തേതാണ് വലത്തേതാണ് രണ്ടു അഭിപ്രായമുണ്ട്. രണ്ടും പറഞ്ഞിട്ട് മഹാന്മാര് പറഞ്ഞു രണ്ട് കണ്ണിന്റെയും കുറവുകളാണ് ആ സൂചിപ്പിച്ചത്. എന്നിട്ട് കൂട്ടത്തിൽ പറഞ്ഞു ജിഫാലു ഷഅർ, അവന്റെ മുടി എങ്ങനെയെന്നറിയാം? മുടി ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന മുടിയാണ്. താഴെ വരെ ഉണ്ടാകും ദജ്ജാലിന്റെ മുടി. അപ്പൊ അങ്ങനെ ഒരു മുടിയൊക്കെ കാണുന്ന ഒരാളെ അങ്ങനെയൊക്കെ വിളിക്കാന്ന് മനസ്സിലായി. ഇപ്പൊ ഏകദേശമൊക്കെ പെരട്ടിയത് കഴിക്കുന്ന രൂപത്തിൽ എത്തിയിട്ടുണ്ട് അല്ലെ? മുടിയൊക്കെ ഇങ്ങനെ പോയിട്ട് താഴോട്ടിട്ട് എത്തിയില്ല എന്നുള്ളൂ, താഴോട്ട് ഇങ്ങനെ തൂങ്ങി നിൽക്കും. അവൻ അങ്ങനെ വരും. മക്തൂബുൻ ബൈന ഐനൈഹി കാഫിർ, അവന്റെ രണ്ട് കണ്ണുകൾക്കിടയിൽ വിശാലമായ സ്ഥലമുണ്ട്, അവിടെ കാഫിർ എന്ന് എഴുതിയിട്ടുണ്ട്. ചില ഹദീസിൽ ക ഫ റ ഒറ്റക്ഷരത്തിലും പറഞ്ഞിട്ടുണ്ട്. യഖ്റഉഹു കുല്ലു മുസ്ലിം, ആരാത് വായിക്കുള്ളൂ എന്നറിയോ? മുസ്ലിമേ വായിക്കുള്ളൂ, മൂമിനെ വായിക്കുള്ളൂ, അല്ലാത്ത ഒറ്റ കുട്ടിയും വായിക്കില്ല. ഹദീസ് വിശദീകരിച്ച് ഇമാം നബി റളിയല്ലാഹു അൻഹു പറയുന്നു, കാത്തിബുൻ വഗൈറു കാത്തിബിൻ ഉണ്ട്. ചില റിപ്പോർട്ടിലൊക്കെ എഴുത്തറിയുന്ന മുഅ്മിനും എഴുത്തറിയാത്ത മുഅ്മിനും വായിക്കും. അപ്പൊ എന്താ മനസ്സിലായത്? അതിന്റെ വായനയുടെ മാനദണ്ഡം അക്ഷരാഭ്യാസമല്ല, ഈമാനാണ്. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, അസ്സഹീഹു അല്ലദി അലൈഹിൽ മുഹഖിഖൂൻ അന്ന ഹാദിഹിൽ കിതാബത അലാ ളാഹിരിഹാ, എഴുത്ത് പുറംഭാഗത്ത് തന്നെയാണ്, എഴുത്തുണ്ടെന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ അല്ലാഹു തആല അതൊരു അടയാളമാക്കി വെച്ചതാണ്. ഏതടയാളം? അവന്റെ കുഫ്ർ കൊണ്ട് ഉറപ്പിക്കാൻ വിശ്വാസിക്ക് വെച്ചൊരു അടയാളം. പക്ഷേ യുദ്ഹിറുഹല്ലാഹു തആല ലികുല്ലി മുസ്ലിമിൻ, മുസ്ലിമിന് മാത്രം അല്ലാഹു ഇത് വെളിവാക്കി കൊടുക്കും. യുഖ്ഫീഹാ അമ്മൻ അറാദ ശഖാവതഹു, പരാജയം അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് ഈ എഴുത്ത് കാണിക്കൂല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അന്നുള്ള മുഅ്മിനീങ്ങൾ ഈമാനുള്ളവരെ വായിക്കുള്ളൂ. ഇനി ഈമാന്റെ വേറെ ലക്ഷണം വരും ദാബത്തുൽ അർദ് വരുമ്പോ. അപ്പൊ ഇതിനേക്കാളും പേടിക്കുന്ന ലക്ഷണങ്ങളാ വരുന്നത്. ദാബത്തുൽ അർദിന്റെ വിഷയത്തിലൂടെ ഈമാന്റെ ചില വകഭേദങ്ങൾ വരുന്നുണ്ട്. അന്ന് വരെ മൂമിനായിട്ട് ആൾക്കാർ പിന്നാലെ നടന്ന ആൾക്കാർ അന്ന് ഒഴിവാക്കും ചിലർ. അതൊക്കെ അല്ലാഹു തആല ഈ ഭൂമി ലോകത്ത് മനുഷ്യന്റെ ഈമാൻ ഉറപ്പിക്കാനേ, ഈമാനൊക്കെ ഉറപ്പിക്കണം, അമലൊക്കെ നല്ലോണം ചെയ്യണം എന്ന് നമ്മളോട് കൽപ്പിച്ചൊരു വിഷയമാണ്. ഏത് വിഷയം? ദജ്ജാല് വരുന്നതിന് മുമ്പ് ചെയ്തോളി എണ്ണി പറഞ്ഞു പെട്ടതാണ്. ഇങ്ങനെ നോക്കിയെടുക്കണ്ട, എപ്പോഴാള് വരികയെന്നറിയില്ല. വരുന്നതിന്റെ മുമ്പ് പെട്ടെന്ന് ചെയ്തോളി. വന്നു കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ കൂടുതൽ നേരം ഉണ്ടാകൂല. കാരണം ബാക്കിയുള്ള അടയാളങ്ങളൊക്കെ പെട്ടെന്ന് ആളുകൾ ഇങ്ങനെ കാത്തു നിൽക്കുമ്പോഴേക്ക് ഒന്നുകൊണ്ടിരിക്കും. ഒന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത അങ്ങനെ കാലം താമസിയാതെ വരും. അതുകൊണ്ടാ പെട്ടെന്ന് ചെയ്യാൻ പറഞ്ഞു. ഈ ദജ്ജാലിന്റെ ഈ എഴുത്ത് മുസ്ലിങ്ങളായ മുഅ്മിനീങ്ങളായ ആൾക്കാർക്കൊക്കെ അള്ളാഹു വെളിവാക്കി കൊടുക്കും. ഇമാം നബി തങ്ങൾ പറയുന്നു, ദജ്ജാലിന്റെ ഫിത്നയും ദജ്ജാലിന്റെ കൂടെ നിന്നിട്ട് പരാജയവും അള്ളാഹു ഇറാദത്താക്കിയ ഉദ്ദേശിച്ച ആളുകൾക്ക് എഴുത്ത് കാണിക്കൂല, മറച്ചു വെക്കും. അവന്റെ രണ്ട് കണ്ണിനിടയിലുള്ള എഴുത്ത്. ആ ദജ്ജാല് വരുമ്പോ അവന്റെ കൂടെ ഇസ്ഫഹാനിൽ നിന്ന് 70,000 ജൂതന്മാരുണ്ടാകും. 70,000 ജൂതന്മാർ. അലൈഹിമു ത്വയാലിസ, സാധാ ജൂതന്മാരല്ല, നല്ല ഷാളക്കെട്ട് നല്ല പവറില്. ജൂത പണ്ഡിതന്മാരെ കണ്ടെന്താ? കാണണം, നമ്മൾ കൈമുത്താൻ തോന്നും. സുബ്ഹാനല്ലാഹ്, നല്ല തലക്കെട്ട്. നമ്മള് മസ്ജിദുൽ അഖ്സ ഫലസ്തീൻ സിയാറത്തിൽ പോയപ്പോഴേ അവിടുന്ന് നമ്മളെ അമീർ പ്രത്യേകം പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, ഇങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പോൾ നിങ്ങൾ വേഗം പോയി കൈ പിടിച്ച് മുത്തരുത്. ശരിക്ക് ഞാൻ ഹക്കം പറയട്ടെ, അവരെ കണ്ടപ്പോ നമ്മളെ നാട്ടിലുള്ള ഉലമായിന്റെ ഒരു ശൈലിയില്ലേ, അതേ ശൈലി കടമെടുത്തു. നമ്മൾ ചൊല്ലുന്ന അതേ തസ്ബീഹ് മാല വല്ല കയ്യിലുണ്ട്. ഞാൻ നോക്കി തസ്ബീഹ് മാലക്ക് വല്ല മാറ്റണം, ഒക്കെ നോക്കാൻ പറ്റിയ നേരല്ലേ, കാരണം കുറച്ച് ദിവസം സിയാറത്ത് ഞാൻ തിരിച്ചു പോരണ്ടേ. നമ്മളെ 100 ആ 99 അങ്ങനെ മറിച്ച് ദിക്ർ അങ്ങനെ പോലെ ചെല്ലുന്ന കേൾക്കുന്നല്ല, അങ്ങനെ ചുണ്ടാനൊക്കെ ചെല്ലുന്നുണ്ട്. അപ്പൊ ഇതേ കഫും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മൾ അതേ രൂപത്തിൽ തന്നെ, വേറെ അടയാളമില്ല. താടിന് നല്ല തലകെട്ടൊക്കെ,
കണ്ടാൽ അവരെ കണ്ടിട്ട് തിരിയാത്ത ഏതൊരാളും ഉടനടി സലാം പറഞ്ഞു. ആ രൂപഭാവങ്ങൾ അവർ സ്വീകരിച്ചത്. ഇതെന്താ അവർ സ്വീകരിക്കാൻ കാരണം എന്നറിയാം? ജൂതന്മാരുടെ ഒരു പ്രവൃത്തിയോടും ഇസ്ലാം അനുകൂലിക്കല്ലോ ഉണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് നമ്മളോട് താടി വളർത്താൻ പറഞ്ഞത്, അല്ലെ? അതുകൊണ്ടാണ് നമ്മളോട് തുണിയെടുക്കുന്നതിന്റെ രൂപഭാവങ്ങൾ മാറ്റാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് അവരിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മളെ സലാം പോലും മാറ്റിയത്. ജൂതനസാറാക്കളെ സലാം അങ്ങനെയാണ്, ഒരു ഇഷാറത്ത് താങ്ങി കാണിക്കലാണ്. നിങ്ങൾക്കത് വേണ്ട, നിങ്ങൾ എന്ത് ചെയ്യണം? അസ്സലാമു അലൈക്കും പറയണം. അതേ രൂപത്തിൽ കുറച്ച് ദൂരത്താണെങ്കിൽ തിരിച്ചറിയാൻ്റെ അടയാളം എന്നുള്ളവർക്ക് ഒരു കൈ ഉയർത്തിയാൽ കുഴപ്പമൊന്നുമില്ല, നല്ലത് തന്നെ. ചിലപ്പോ ആ സലാം പറയുന്നതിന്റെ കൂടെ കൈ ഉയർത്തും ചില ആൾക്കാർ അസ്സലാമു അലൈക്കും പറയും. അത് തെറ്റൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. സലാം ഇല്ലാതൊരു കൈ ഉയർത്തലുണ്ട്, ഒരു തലാട്ടലുണ്ട്, അത് വേണ്ട. അതവരെ ശൈലിയാണ്. അവരൊന്നിനോട് യോജിപ്പില്ലല്ലോ. എന്തിനോടാ യോജിപ്പുള്ളത്? അവരെ ഒരു വിഷയത്തോടും യോജിപ്പില്ല, പൂർണ്ണമായിട്ട് എല്ലാത്തിനോടും എതിർപ്പാണ്. അതുകൊണ്ടാണ് അവർ നോൽക്കുന്ന നോമ്പിന്റെ അപ്പുറത്തോ അല്ലെങ്കിൽ ഇപ്പുറത്തോ ഒരു നോമ്പെങ്കിൽ നോൽക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അവര് മുഹറം 10 നോക്കുന്നുണ്ടല്ലേ? ഞങ്ങൾ സൂമു യൗമൻ ഖബ്ലഹു ഔ ബഅദഹു. മുഹറം 10 മാത്രമാക്കരുത്, ഒന്നെങ്കിൽ മുമ്പ് ഒരു നോമ്പ് അല്ലെങ്കിൽ ശേഷം ഒരു നോമ്പ്. ഒരു ആരാധനയിലും അവരോട് സാമ്യം പാടില്ല. എന്നിട്ട് അവരെന്ത് ചെയ്തു? അവർ ഈ വിഷയമൊക്കെ ഇങ്ങനെ കുറെ ഓതി പഠിച്ച് മനസ്സിലായപ്പോ നേരെ അതിന്റെ പതിപ്പം കൊണ്ട് മാറ്റിയാണ്. അവർ സ്വഭാവം ആദ്യം എന്നറിയാം. ആദ്യം നല്ല കട്ടി മീശ നോക്കും. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ചില ആൾക്കാരങ്ങനെ കട്ടി മീശ, വള്ളം കൂടിനുള്ളിൽ കിടക്കില്ല, താടി പറ്റും ക്ലീൻ ആക്കും. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലിഫുൽ യഹൂദ്, ജൂതന്മാരോട് എതിരാകണം, അഅഫുൽ ലുഹാ വഖസ്സു ശവാരിബ്, മീശ വെട്ടണം, താടി വളർത്തണം. ഓലോട് എതിർക്കാനാണ്. എന്നിട്ട് ഓലിത് സ്വീകരിച്ചപ്പോ എന്ത് ചെയ്തു? നേരെ തരം മാറി. അപ്പൊ ഞാൻ അങ്ങനെ ഹദീസൊക്കെ ഇങ്ങനെ ആലോചിച്ചു, പടച്ചോനെ വലിയൊരു അലാമത്ത് കാണില്ലല്ലോ. അല്ല, ഹദീസിലൊക്കെ പറഞ്ഞ അലാമത്തല്ലേ? അവര് ശരിക്ക് കണ്ടാലും നമ്മളവിടെ ഉള്ള നല്ല ആലിമീങ്ങൾ അതേ ലുക്കാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഖബർ സിയാറത്ത് ചെയ്ത് ഇറങ്ങുമ്പോ അപ്പുറത്ത് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ യാഖൂബ് നബിന്റെ ഖബറുണ്ട്. ഞങ്ങൾ പോയെന്ന് അങ്ങോട്ട് പ്രവേശനമില്ല. അപ്പൊ പ്രവേശനം ഉണ്ടെന്ന് തോന്നുന്നു. അന്ന് ഭദ്രാണ്, അന്ന് ഇവർക്ക് മാത്രമേ പ്രവേശനം. ഓല കസ്റ്റഡിയിലാണ്, ഓല ആൾക്കാരൊന്നും പിടിച്ചാണ്. എവിടെ നടക്കുള്ളൂ, അവിടെ നടക്കില്ലല്ലോ, ഓലതാന്ന് പറഞ്ഞ് പിടിച്ചേക്ക്. അങ്ങനെ അവിടെ മുസ്ലിങ്ങൾക്ക് പ്രവേശനമല്ല, അവർക്ക് മാത്രമാണ്. പക്ഷെ അവിടുന്ന് അവരിങ്ങോട്ട് ഇറങ്ങുമ്പോ സിയാർത്ത് കഴിഞ്ഞിട്ട് നമ്മളെ പള്ളിയിലൊരു ഉസ്താദ് എങ്ങനെ അതേ മോഡലിൽ ഇറങ്ങണം, സ്മിമാലൊക്കെ ആയിട്ട് കണ്ണിന്ന് വെള്ളം കുറിച്ച് കരഞ്ഞ് പുരന്തിനാക്കാരുടെ പോലെ കരച്ചുകൾ നമുക്ക് ചെറിയത് വേറെ വിഷയം. അല്ല, അങ്ങനെ ഉണ്ടല്ലോ. റളിയല്ലാഹുവിന്റെ ഒരാളെ കണ്ടപ്പോ അങ്ങനെ ചിരിച്ചു കയറും. ഒരാളെ കണ്ടപ്പോ അങ്ങനെ വല്ലാതെ ചിരിച്ചപ്പോ എന്തെങ്കിലും ചിരിച്ചെന്ന് വെച്ചു. റളിയല്ലാഹുവിന് ഞാൻ അയാളെ ആലോചിച്ച് ചിരിച്ചു. അയാൾ കുറെ കാലമായിട്ട് ഇങ്ങനെ ഇത്തിക്കാഫ് ഇരിക്കുന്ന ഒരു പുരോഹിതനാണ്. ദുന്യാവിലൊരു സുഖമില്ല, ആഖിറത്തിലൊരു സുഖമില്ല. അല്ല, ആലോചിച്ച് നോക്കിയാൽ സംഭവം അങ്ങനെയാണല്ലോ. ദുന്യാവിൽ ഇങ്ങനെ കുറെ കഷ്ടപ്പെട്ട് കുറെ കരഞ്ഞ് കുറെ ഇങ്ങനെ ആഖിറത്തിലെത്തിയിട്ട് ഏതെങ്കിലും ഒരു ലോകത്തിന് സുഖം ഉണ്ടെങ്കിലല്ലേ ജീവിതത്തിന് അർത്ഥമുള്ളൂ. അത് ഇവിടെ ഇല്ല, അവിടെ ഇല്ല. ആളങ്ങനെ കുറെ പട്ടിണി കിടക്കണ്, കുറെ നോമ്പോൽക്കുന്നു. ഈമാനല്ലേ? കുറെ നോമ്പോൽക്കുന്നു, കുറെ തുണി കുപ്പായൊക്കെ ഒഴിവാക്കി ഒരു തുണി മാത്രം ഇട്ടു. എന്താ പോകുന്ന കാര്യം? ഞാൻ അവിടെ എത്തിയാലോ? അപ്പൊ ഞാൻ അയാളങ്ങനെ ആലോചിച്ചു പോകാണ്. നമ്മൾ റളിയല്ലാഹു അയാളുടെ ജീവിതം അങ്ങനെ ഇതേ രൂപത്തിലാണ്. ഇവരുടെ സ്വഭാവങ്ങൾ കണ്ടാൽ 70,000 ജൂതന്മാര് ദജ്ജാലിന്റെ പിന്നാലെ പിന്നണിയായിട്ട് അവരുണ്ടാകുന്നതാണ്. ദജ്ജാലിന്റെ ആ രംഗപ്രവേശനം വരുന്ന ആ ഒരു സമയത്ത്. എന്നിട്ട് ദജ്ജാൽ വന്ന് ആദ്യം വാദിക്കുന്ന വാദം, മഹാന്മാര് പഠിപ്പിച്ചവൻ ആദ്യം വാദിക്കുന്നത് ഈമാനും സ്വലാഹിയത്തും. ഈമാന് വേണം ശരിക്കുള്ള, അങ്ങനെയുള്ള ആദ്യഘട്ടത്തിൽ പലരും അങ്ങനെ ഈമാന് വേണം, ജനങ്ങൾക്കിടയിൽ നല്ല സുൽഹ് വേണം, ഐക്യം വേണം, സൗഹാർദ്ദം വേണം. സുമ്മ നുബുവ, ആള് കുറെ ഭാഗത്തുനിന്ന് കൂടിയത് കാണുമ്പോ പിന്നെ നുബുവത്ത് വാദിക്കും. നബിയാണ് ഞാൻ, നിങ്ങൾക്ക് മനസ്സിലാണ് ഞാൻ നബിയാണ്. നിങ്ങളെ കൂട്ടത്തിൽ ആരും മേഘം തൊടോ? നബിയാണ്. ഓരോന്ന് എണ്ണി പറഞ്ഞ അവൻ ആളുകളെ സ്വീകരിപ്പിക്കും. അതും കുറെ ആളുകളൊക്കെ ഉൾക്കൊണ്ടുവന്ന് കണ്ടാൽ പിന്നെ ഇലാഹാണെന്ന് വാദിക്കും. ഇതാണ് 3 ഘട്ടങ്ങൾ. ആൾക്കാരങ്ങോട്ട് കയ്യിലാക്കണ്ടേ. തുർക്കികളും ജൂതന്മാരും നല്ലൊരു ശതമാനം അവന്റെ പിന്നിലുണ്ടാവും. അങ്ങനെ തന്നെ ഹദീസ് വിശദീകരിച്ച മഹാന്മാര് പറഞ്ഞു, കന്ന വുജൂഹഹും, ആ വരുന്ന ആൾക്കാരെ മുഖം പോലും അവർ വിശദീകരിച്ചിട്ടുണ്ട് ഹദീസില്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മജാനുൽ മുതറഖ, നല്ലോണം അട്ടിയായി മേടി ഉണ്ടാക്കിയ പരിചകളെ പോലെ. സാധാ പരിചയല്ല, ഒന്നിന്റെ മേലെ ഒരു അടുത്തൊരു ഇരുമ്പിൻ്റെത്, അതിന്റെ മേലെ അടുത്തൊരു ഇരുമ്പ്, അതിന്റെ മേലെ അടുത്തൊരു ചെമ്പ്, ഇങ്ങനെ അടുക്കടുക്കായിട്ടുണ്ടാക്കിയ ഈ പരിചകളെ പോലെ നല്ല കട്ടിയുള്ള, കണ്ട നല്ല വിശാലതയും നല്ല വീതിയുള്ള മുഖങ്ങളായിരിക്കും ഇവരുടെ മുഖങ്ങളൊക്കെ. ഇവന്റെ കൂടെ നടക്കുമ്പോ അവനോട് കുറച്ചൊക്കെ ഒരു സാമ്യതയുള്ള ആൾക്കാർ വേണമല്ലോ. അതിനായിട്ട് അല്ലാഹു തആല അവരെ മുഖവും ആ രൂപത്തിലാക്കിയതാണ്. എല്ലാ നാട്ടിലും അവൻ ചവിട്ടും, 4 സ്ഥലങ്ങൾ ഒഴികെ. അതിലില്ല മക്കത്തവൽ മദീന, മക്കയും മദീനയും ഉണ്ട്. മക്ക മദീന അതിൽ നിന്ന് ഒഴിവാണ്, അവൻ അവിടെ ചവിട്ടൂല. 3-മതായി പറഞ്ഞു ബൈത്തുൽ മഖ്ദിസ്,
ആ ഭാഗവും അതിൽ നിന്നൊഴിവാണ്. നാലാമത്തതായി ജബലുത്തൂർ, തൂർ പർവ്വതം. ചില റിപ്പോർട്ടുകളൊക്കെ മസ്ജിദ് തൂരി സീനാന്ന് കാണുന്നു. പക്ഷെ നമ്മളവിടെ പോയി നോക്കുമ്പോൾ അവിടെ പള്ളിന്ന് കാണുന്നില്ല കേട്ടോ. അവിടെ ഒരു പള്ളി ഉണ്ട്. ഞാൻ അങ്ങനെ മറ്റാക്കി മാറ്റിയതാണോ അതും അറിയില്ല. പള്ളിന്റെ അവിടെ നമുക്ക് സ്കരിക്കാനുള്ള പള്ളിയിലെ വേറെ പള്ളിന്റെ അവിടെ ചിലപ്പം കാലം ഇങ്ങനെ മറിഞ്ഞു വരുമ്പോ ഒക്കെ പള്ളിയായി വരുമല്ലോ. തൂർ പർവ്വതം അതിന് വലിയ ബഹുമാനുണ്ടല്ലോ. ഖുർആൻ സത്യം ചെയ്തല്ലോ, വത്തൂരി വ കിതാബിൻ മസ്തൂർ. ഈ 4 പ്രദേശങ്ങൾ ഒഴികെ ബാക്കി എല്ലാ സ്ഥലത്തും ഇവനെത്തും. ആ മദീനയിലൂടെ 7 കവാടങ്ങളുണ്ട്. 7 കവാടങ്ങളിലൂടെയും കടക്കാൻ അവൻ ഇങ്ങനെ നോക്കും പറ്റുമോ. പക്ഷേ 7 കവാടങ്ങളിലും കാവൽക്കാരായ മലക്കുകളുണ്ട്. അവസാനം അവൻ ഉപ്പ് രുചിയുള്ള ഒരു മലയുണ്ട്. ഈ ഫലസ്തീനിന്റെയും ഷാം ഭൂമിന്റെയും മദീനയുടെയും ഇടക്ക് അവിടെ ഈ ചങ്ങാതി വന്നിറങ്ങും, ദജ്ജാൽ വന്നിറങ്ങും. അപ്പൊ മദീന ഒന്ന് വിറക്കും. മദീനയുള്ള ആളുകളെ കൊണ്ട് ഒരു വറ, മദീനക്കൊരു ഒരു പ്രകമ്പനുണ്ട്. ഒരു 3 വർക്കലുണ്ട്. എന്തിനാന്നറിയോ? ഇവനെ കാണുമ്പോ പോകേണ്ട കുറെ ഫുലാമാർ ഇവിടെ ഉണ്ട്. അവർക്ക് അങ്ങോട്ട് പോകാൻ. യഖ്റുജു ഇലൈഹി മിൻഹാ കുല്ലു കാഫിരിൻ വ മുനാഫിഖ്. അപ്പൊ മദീനയിൽ ആരേ ഉള്ളൂ? മുഅ്മിൻ മാത്രം. അവന്റെ അടുത്തേക്ക് പോണല്ലോ. ഇവിടെ നിന്നിട്ട് എന്താ? അങ്ങനെ മദീനന്റെ സ്വഭാവം അങ്ങനെയാണല്ലോ. മദീനയെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എപ്പോഴും അൽ മദീനത്തു കൽ കീരി, മദീന കീരി പോലെയാണ്. കീരി പറഞ്ഞാൽ നമ്മളെ കാണുന്ന കീരി അല്ല, കൊല്ലപ്പണിക്കാരന്റെ ഒലോക്ക്. ആ ഒലോക്കിന് സ്വഭാവമുണ്ട്. യുൻഫി ഖബസൽ ഹദീദ്, ഇരുമ്പിന്റെ കീടങ്ങളെ ഇതിങ്ങനെ തിരിക്കുമ്പോ ആ കീടങ്ങൾ ഇങ്ങനെ പോയി ഇരുമ്പ് ശുദ്ധിയാകും. ഇതുപോലെയാണ് മദീന. മദീനയിൽ പറ്റാത്തവരൊക്കെ മദീന തള്ളും. അവിടെ ഈമാനുള്ളവർക്കേ ഗഡ്സുള്ളൂ. അല്ലാത്തവരൊക്കെ അവിടുന്ന് പോകും. അല്ലാത്ത ആൾക്കാരൊക്കെ അവിടുന്ന് ഒഴിവായിപ്പോ. മദീനക്ക് അന്നുള്ള കവാടങ്ങളിലൊക്കെ മലക്കുകൾ തറപറ്റിയിരിക്കും, തമ്പടിച്ചിരിക്കും. അദ്ദജ്ജാലു ലാ യൂലദു ലഹു, ദജ്ജാലിന് മക്കളുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അവന് ഇവിടെ വന്നിട്ട് മക്കള് കല്യാണം അയക്കാനും കാര്യങ്ങൾക്കൊന്നും തുനിയൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദജ്ജാലിനെ പറ്റിയുള്ള ഹദീസ് പറഞ്ഞപ്പോ കരഞ്ഞുപോയ മഹദിയാണ് സയ്യിദത്തുനാ ബീവി ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. നബിയേ, അവൻ വരുമ്പോ ഞങ്ങളൊക്കെ എന്തായിരിക്കും ഹാല്? അപ്പൊ തങ്ങള് പറഞ്ഞു, നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? ഞാൻ നിങ്ങളെ കൂട്ടത്തിലുണ്ടെങ്കിൽ, അന്ന് ഞാൻ ഹയാത്തിലുണ്ടാകുമ്പോൾ അവന്റെ വരവെങ്കിൽ ആദ്യം അവനെ എതിർക്കുന്ന ആൾ ഞാനായിരിക്കും. നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? ഞാനിവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി ഞാൻ അങ്ങോട്ട് പോയി എന്ന് കൂട്ടിക്കോളും, ഞാൻ നിങ്ങളെ കൂട്ടത്തിൽ ഇല്ലാന്ന് കേട്ടിക്കോളും. എന്നാൽ ഓരോ മുഅ്മിനായ മനുഷ്യനും സ്വന്തം ശരീരം കൊണ്ട് അവനോട് പോരാടണം. സ്വന്തം ശരീരം കൊണ്ട് പോരാടണം. ഫമൻ അദ്റകഹു മിൻകും, ദജ്ജാൽ വന്നിട്ടുണ്ട് എന്ന് വിവരം കിട്ടിയാൽ വേഗം പോയി കാണലല്ല വേണ്ടത്. ഫൽയഖ്റ അലൈഹി ഫവാതിഹ സൂറത്തുൽ കഹ്ഫി, സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യ ഭാഗങ്ങൾ മുഅ്മിൻ പാരായണം ചെയ്യണം, ഓതണം. അവൻ എല്ലാ ഭാഗങ്ങളിലേക്കും പോകും. ഫആസ യമീനൻ വആസ ശിമാലൻ, നല്ല ഹൈസ്പീഡിലാ പോകുക. താമസം ആകെ 40 ദിവസമാണ്. 40 ദിവസത്തിൽ യൗമുൻ കസന, സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുക തങ്ങള്, ഒരു ദിവസം ഒരു വർഷം പോലെ. യൗമുൻ, മറ്റൊരു ദിവസം ഷഹരിന് ഒരു മാസം പോലെ. മൂന്നാമത്തെ ഒരു ദിവസം ജുമുഅത്തിന് ഒരാഴ്ച പോലെ. ബാക്കി ദിവസങ്ങളൊക്കെ സാധാരണ ദിവസം പോലെ. 40 ദിവസത്തിലേ പടച്ചോ, നമ്മളെ ആൾക്കാർ ഇങ്ങനെ കേൾക്കും, എന്താ ഈ പറഞ്ഞേ? ഒരു ദിവസം ഒരു വർഷം പോലെയാണ്. ഒരു വർഷത്തിൽ എത്ര ദിവസം? 165. അങ്ങനെ ഒരു ദിവസം, അങ്ങനെ ഒരു ദിവസം. ഇത് പറയുമ്പോഴാണ് ആൾക്കാർക്ക് അത്ഭുതം. ഫിയോമിൻ കാന മിഖ്ദാറുഹു 50 അൽഫ സന അറിവല്ലേ. പരലോകത്തുള്ള ഒരു ദിവസം എങ്ങനെ? അതിന്റെ അളവ് 50 അൽഫ സന എന്നാ പറഞ്ഞത്. 1000 കൊല്ലല്ല, 50 അൽഫ സന 50,000 കൊല്ലം. ഇവിടെ അവന്റെ 3 ദിവസങ്ങൾക്ക് ഇങ്ങനെ ഒരു മാറ്റമുണ്ട്. അത് കേട്ടപ്പോ പിന്നെ സ്വഹാബത്തിന്റെ മനസ്സിലുള്ള ചോദ്യം എന്താ? അവർക്ക് വേഗം വരും എന്താ? അല്ലാഹുവിന്റെ റസൂലേ, അതക്ഫീനാ ഫീഹി സ്വലാത്തു യൗം, ഒരു ദിവസത്തിന് ഒരു വർഷത്തിന്റെ ദൈർഘ്യമല്ലേ, അന്ന് ഞങ്ങൾക്ക് ഒരു ദിവസത്തെ നിസ്കാരം മതിയാകുമോ? അതാണ് സ്വഹാബത്തിന്റെ ചോദ്യം. കാരണം സ്വഹാബത്തിന് ഏത് വിഷയത്തിലും ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ്. നിസ്കാരം വിട്ടിട്ടൊരു വിഷയമല്ലല്ലോ. അതിന് ദജ്ജാൽ വന്നാലും വേണ്ടില്ല, ഇവിടെ ആര് വന്നാലും വേണ്ടില്ല, നിസ്കാരം വിട്ടിട്ടൊരു കളയില്ല. ഈ ദജ്ജാലിന്റെ ഈ വിഷയം പറയുമ്പോൾ സ്വഹാബത്തിന്റെ മനസ്സിൽ വരുന്ന ചിന്ത എന്താ? നബിയെ, അങ്ങനത്തെ ഒരു ദിവസം വരുമ്പോൾ, ഒരു വർഷത്തിന്റെ ദൈർഘ്യമുള്ള ഒരു ദിവസത്തിന് ഒരു ദിവസത്തെ നിസ്കാരം മതിയോ? അപ്പൊ തങ്ങൾ പറഞ്ഞു, ലാ, പോരാ, ഉഖ്ദുറൂ ലഹു ഖദ്റഹു, ഒരു വർഷത്തിൽ എത്ര നിസ്കാരം വരും അത് കണക്കാക്കി നിസ്കരിച്ചോളൂ. ഒരു വർഷത്തെ മണിക്കൂർ ഉണ്ടാവില്ലേ, ഒരു വർഷത്തെ ഒരു ദിവസം. വല്ലാത്തൊരു സംഭവമല്ലേ. അവന്റെ സ്പീഡ് എത്ര? ഒമാ ഇസ്റാഉഹു ഫിൽ അർദ്. സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, അവന്റെ വേഗത എത്രയാണ്? അപ്പൊ തങ്ങൾ പറഞ്ഞു, അവന്റെ വേഗത കൽ ഗൈഥി, മഴ പോലെ. ഇസ്തദ്ബറതുഹു റീഹു, ഒരു കാറ്റടിച്ചാൽ അതിന്റെ പിറകിൽ മഴ വരൂലേ,
അത്ര സ്പീഡാണ്. ഒരു കാറ്റിന്റെ അടിച്ച ആൾക്കാരെന്ത് പറയും? ആയിണ് പുറത്തേക്ക് നോക്കിയാ മഴ പെയ്യും. അപ്പൊ എത്ര സ്പീഡ്? ഇനിയിപ്പോ അതിന് പുതിയൊരു പേര് പറയണ്ട, മൈക്രോ സെക്കൻഡിന് അപ്പുറം പറയണപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞ പോരല്ലോ. എത്ര വേഗതയിലാ വരുന്നത്. ഒരു നാട് കഴിഞ്ഞ് അടുത്ത നാട്ടിലേക്ക് പോകുന്നത്. അല്ലാഹു തആല വെച്ച വല്ലാത്തൊരു പരീക്ഷണമാണ്. ചെറുതൊന്നുമല്ല ഈമാന്റെ പരീക്ഷണം വരുന്നത്. അവൻ അങ്ങോട്ട് വരും ജനങ്ങളുടെ അടുത്തേക്ക്. എന്നിട്ട് ആൾക്കാരെ വിളിക്കും. കുറെ ആൾക്കാർ വിശ്വസിക്കും, ഉത്തരം ചെയ്യും. ഉത്തരം ചെയ്ത ആൾക്കാരെ മുന്നിൽ അവൻ പറയും ആകാശത്തോട്, പെയ്യട്ടെ മഴ. മഴ അങ്ങോട്ട് പോയി. ഭൂമിയോട് പറയും, എന്താ വേണ്ട നിങ്ങൾക്ക് ഇപ്പോ? മരച്ചീനി വേണോ? എന്താട്ടെ. അല്ല നിങ്ങൾക്ക് എന്താ വേണ്ട? പഴ. എന്താണ് ഭൂമിയോട് ഉത്തരവിടുന്നത്? ഭൂമി അതങ്ങോട്ട് ഉൽപ്പാദിപ്പിക്കുകയാണ്. അപ്പോൾ പിന്നെ അവരെ മുന്നിൽ ഏറ്റവും കൂടുതൽ അകിടുകളുള്ള പാൽ ചുരത്താൻ പറ്റുന്ന മൃഗങ്ങളെ കൊണ്ടുവരും. ആ മൃഗങ്ങളിൽ നിന്ന് പാൽ ചുരത്തി കൊടുക്കും, എല്ലാവർക്കും കൊടുക്കും. എന്നിട്ട് പിന്നെ അടുത്ത കൂട്ടരിലേക്ക് ചെല്ലും. അവരടുത്തേക്ക് പോയിട്ട് പിന്നെ അവരുടെ അടുത്തും ഈ വിഷയം തന്നെ ചെയ്യും. ഓരോ ഭാഗത്തുകൂടെയും അവരിങ്ങനെ നടന്നു പോകുമ്പോ ഭൂമിയോട് പറയും, മുഖ്റുജി കുനൂസക്കി. ഭൂമിയോട് പറയാണ്, നിന്റെ ഉള്ളിലുള്ള നിധിശേഖരങ്ങളൊക്കെ പുറത്തെടുക്കൂ ഭൂമി. ഭൂമി അതിന്റെ നിധിശേഖരങ്ങളൊക്കെ പുറത്തേക്ക് എടുക്കുന്നു. തേനീച്ചയുടെ റാണികളെ പോലെ ഓരോ ഭാഗത്തും അതിന്റെ കാതലായത് മുന്നോട്ട് വന്ന് പിന്നെ അടുത്തത് ഇങ്ങനെ പുറത്തേക്ക് വരുന്നു. പിന്നെ നല്ല യുവത്വം തുളുമ്പി നിൽക്കുന്ന ഒരു മനുഷ്യനെ വിളിക്കും. എന്നിട്ട് അയാളെ 2 കഷ്ണമായി ഭാഗിക്കും. എന്നിട്ട് ഒന്നിനൊരു ഭാഗത്തേക്കും മറ്റേതിനെ മറ്റൊരു ഭാഗത്തേക്കും വലിച്ചെറിയും. എന്നിട്ട് അതിന്റെ ഇടയിലൂടെ ഇവൻ ഇങ്ങനെ നടക്കും. നടന്നിട്ട് ജനങ്ങളെ അപ്പുറത്തും ഇപ്പുറത്തും നോക്കിയിട്ട് ഇവനിങ്ങനെ ചിരിക്കും. എന്നിട്ട് ആളുകളോട് പറയും, കണ്ടില്ലേ ഞാൻ വകവരുത്തിയത്, ഞാൻ ഇതുപോലെ വിശ്വസിക്കാത്തവരെ മുഴുവനും വകവരുത്തും. 2 ഭാഗത്തേക്ക് എറിഞ്ഞിട്ട്. എന്നിട്ട് ഒരു മനുഷ്യനെ, അങ്ങനെ ഒരു മൂമിനായ മനുഷ്യനെ അങ്ങനെ വിളിച്ച് പരീക്ഷണം നടത്തുകയാണ്. ആളുകൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. കാണിച്ചു കൊടുക്കുമ്പോ വിശ്വസിക്കുമെന്ന് ചോദിക്കുമ്പോ വിശ്വസിക്കൂല. നിങ്ങളെ വിശ്വസിക്കൂല. ഞങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ച കാഫിറാണ്, നിങ്ങൾ ദജ്ജാലാണ് എന്നൊക്കെ പറയുന്ന ഒരു മുഅ്മിനായ മനുഷ്യനെ വിളിച്ച് ഈ രൂപത്തിൽ പരാക്രമം ചെയ്യുമ്പോ, അക്രമം ചെയ്യുമ്പോ, വാള് വെച്ച് കീറിയിട്ട് ആളുകൾക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോ, മൂമിനായ മനുഷ്യൻ കൊല്ലാൻ വേണ്ടി വിളിക്കുന്ന ആളെ മുന്നിൽ വന്നിട്ട് മൂമിനായ മനുഷ്യൻ പറയും, ദജ്ജാലിന്റെ മുന്നിൽ വന്നിട്ട്, ജനങ്ങളെ ഇത് റബ്ബല്ലോ, ഇത് റബ്ബല്ല. റബ്ബാണ്. നിങ്ങൾക്ക് റബ്ബിനെ തിരിച്ചറിയാതെ പോകൂല. ഒരിക്കലും റബ്ബിനെ ആർക്കും തിരിച്ചറിയാതെ പോകൂല. എന്നിട്ട് പറയും, നിങ്ങൾ നോക്കൂ, നമ്മളെ റബ്ബിനെ നമുക്ക് തിരിച്ചറിയാതെ പോകും, ഇവനെ നമുക്ക് തിരിച്ചറിയുന്നില്ല. അപ്പോഴേക്ക് ദജ്ജാല് പറയും, ജനങ്ങൾ പറയും, കൂടുള്ള ആൾക്കാർ അവനെ കൊല്ലണം. അപ്പൊ ഈ കൊല്ലപ്പെടുന്ന ആള് ചോദിക്കാണ്, റബ്ബ് നമ്മളോട് വെറുതെ ഒരാളെ കൊല്ലരുത് എന്ന് പറഞ്ഞിട്ടില്ലേ? ഇന്നിപ്പോ എന്തിനാ അവര് കൊല്ലുന്നത്? അല്ല, കൊല്ലുന്നതിനൊരു മാനദണ്ഡം ഉണ്ടല്ലോ. റബ്ബ് താല പറഞ്ഞില്ലേ, കൊല്ലുന്നതിന് വെറുതെ കൊല്ലാൻ പാടില്ല. വെറുതെ ഒരാളെ കൊല്ലാൻ പാടില്ലല്ലോ. അത് ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാനാണ്. ഈമാനൊന്ന് പോയി പോകണ്ടെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി പറയാണ്. അപ്പൊ ദജ്ജാല് വേഗം ഉത്തരവിടും, അവനങ്ങോട്ട് കിടത്താൻ. അവനെ പിടിച്ച് കിടത്തി വിശാലമാക്കിയിട്ട് അവന്റെ പല ഭാഗത്തും മുതുകിനും പള്ളക്കൊക്കെ അടിച്ച് പരിക്കേൽപ്പിച്ച് ചോദിക്കും, നീ എന്നെ വിശ്വസിക്കുമെന്ന് ചോദിക്കും. ഏയ് അന്തൽ മസീഹുൽ കദ്ദാബ്, നിന്നെ പറ്റി അങ്ങനെ പറയാം. നീ ഊര് ചുറ്റുന്ന ലോകം മുഴുവനും തെണ്ടി നടക്കുന്ന മസീഹു ദജ്ജാലാണ്, പെരുങ്കള്ളനാണെന്ന് പറയും. മൂർദാവ് മുതൽ വാളങ്ങോട്ട് വെച്ച് ഇങ്ങനെ ഈരും. എന്നിട്ട് 2 ഭാഗത്തേക്ക് വലിച്ചെറിഞ്ഞ് അതിന്റെ ഇടയിലൂടെ ഇവൻ ഇങ്ങനെ നടക്കും. നടന്നിട്ട് ഒരു ഭാഗത്ത് നിന്നിട്ട് പറയും, കും, എണീക്കെന്ന് പറയും. അപ്പൊ ആ മൂമിനായ മനുഷ്യൻ എണീക്കും. എണീച്ചിങ്ങനെ നിൽക്കുമ്പോ ചോദിക്കും, നീ എന്നെ വിശ്വസിക്കുമോ? ഞാൻ നിന്നെ വിശ്വസിക്കും. നീ ഇപ്പൊ എന്നെ മുറിച്ചില്ലേ? മുറിച്ചിട്ട് രണ്ടാമതും എന്നെ ഇങ്ങനെ കൂട്ടിയില്ല. അപ്പൊ നീ വിചാരിച്ചു ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. നിന്നെ പറ്റി കൂടുതൽ എനിക്ക് നീ പെരുങ്കള്ളനാണ് എന്നുള്ള ഇൽമു വർദ്ധിച്ചു. നീ പെരുങ്കള്ളനാണെന്നുള്ള ഇൽമു വർദ്ധിച്ചു. എന്നിട്ട് ജനങ്ങളോട് വിളിച്ചു, ജനങ്ങളെ ഇനി നിങ്ങൾ നോക്കൂ, ഇനിയും ഞാൻ ഇവനെ എതിർക്കാണ്, ഇനിയും എന്നെ കൊല്ലാൻ ഇവന് പറ്റുമോ എന്ന് നിങ്ങളൊന്ന് നോക്കണം ജനങ്ങളെ. രണ്ടാമത് കൊല്ലാൻ കഴിയൂല. ഒരാളെ കൊന്ന് കാണിച്ചു കൊടുക്കുന്ന ആ മുഅ്മിനായ മനുഷ്യനെ രണ്ടാമത് കൊല്ലാൻ വേണ്ടി ദജ്ജാൽ പിടിക്കും. എന്നിട്ട് അറുക്കും. അങ്ങനെ പെരടിന്റെ ഭാഗത്ത് അങ്ങനെ വെച്ച് അറുക്കുമ്പോ അല്ലാഹു തആല പെരടിന്റെ ഭാഗം മൊത്തം ചെമ്പാക്കി മാറ്റിയിട്ടുണ്ടാവും. പിന്നെ അങ്ങോട്ട് കത്തി ചേരണ്ട്. അടച്ചോനെ, ഇവിടെ തന്നെ കുറച്ച് ഊക്കുള്ള പോത്തിന് ഇറക്കണമെങ്കിൽ എന്തൊരു സാഹസം. ഇത് ആ ഭാഗം മൊത്തം, ആ അറുക്കുന്ന ഭാഗം മൊത്തം അല്ലാഹു തആല നുഹാസാക്കി ചെമ്പാക്കി മാറ്റിയിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അവന് ചെയ്യുന്ന ക്രിയകളാണിത്. ഈ രൂപത്തിലൊക്കെ അവൻ കാട്ടിക്കൂട്ടും. പക്ഷേ ഫലാ യസ്തതിഉ ഇലൈഹി സബീല, പിന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റൂല, അറുക്കാനും പറ്റൂല, ഒന്നും പറ്റൂല. അപ്പൊ അവസാനം എന്ത് ചെയ്യുന്ന അറിയാം?
അവന്റെ രണ്ട് കൈയും രണ്ടും കാല് പിടിച്ചിങ്ങനെ വലിച്ചെറിയുമ്പോ ആൾക്കാർ വിചാരിക്കുന്നത് എവിടേക്ക് എറിഞ്ഞത്? ഓന്റെ നരകത്തേക്ക്. പക്ഷേ ആളെവിടെ പോയിട്ടാ വീണത്? സ്വർഗത്തിൽ പോയിട്ടാണ്. ഈ ദജ്ജാലുമായിട്ട് ഈ ഏറ്റുമുട്ടൽ നടത്തിയ വ്യക്തിയില്ലേ, ഹാദാ അഅ്ലമുന്നാസി ഷഹാദതൻ ഇൻദ റബ്ബിൽ ആലമീൻ. നാളെ പാരത്രിക ലോകത്ത് ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ സാക്ഷി വിസ്താരം കിട്ടുന്ന ആളാണ്. കാരണം ലക്ഷോപിലക്ഷാണ് അയാളെ ഈമാന്റെ സാക്ഷി. ദജ്ജാലിന്റെ കൂടെ വന്ന മൊത്തം ആൾക്കാരും സാക്ഷിയല്ലേ അയാൾ മുഅ്മിനാന്നുള്ളതിന്? ചെറിയ സാക്ഷി നമ്മളാരറിയ സഹോദരങ്ങൾ, ഈ ഇട്ടാവട്ടത്തിലുള്ള ആൾക്കാർ. ദജ്ജാലിന്റെ കൂടെ ഒരു നാടിന്ന് അടുത്ത നാട്ടിലേക്ക് പോകുമ്പോഴേക്ക് ലക്ഷങ്ങൾ കൂടൂലേ? ലക്ഷങ്ങൾ കൂടിക്കണക്കിന് ആൾക്കാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ്, അവനെ നരകത്തിലേക്കാണ് വലിച്ചെറിയപ്പെട്ടതെങ്കിലും വഇന്നമാ ഉൽഖിയ ഫിൽ ജന്ന, പോയി വീണത് സ്വർഗത്തിലാണ്. അങ്ങനെയല്ലേ ഇവിടെ കാണുന്ന അനുഭവം? അങ്ങനെ ആയിരിക്കുമല്ലോ. ആരെ നോട്ടത്തില്? കാഫിര്യങ്ങളുടെ നോട്ടത്തിൽ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് ചോദിച്ചില്ലേ, ദുന്യാവിൽ ഏറ്റവും സുഖമുള്ള സമയം എപ്പോഴായിരുന്നു? അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഏറ്റവും സുഖമുള്ളത് 50 ദിവസം. അത്ര സുഖം മുമ്പ് കിട്ടി, ശേഷം കിട്ടിയില്ല. 50 ദിവസം. അന്ന് നമ്രൂദ് തീരെ കിട്ടിയില്ലേ? അന്നെന്താ സുഖം? അന്ന് സംസാരിക്കാൻ സ്വർഗത്തിലെ മലക്ക്, അന്ന് കുടിക്കാനുള്ള വെള്ളം സ്വർഗത്തിൽ, കഴിക്കാനുള്ള പഴങ്ങൾ സ്വർഗത്തിൽ. പിന്നെ അതിലും വലിയ സുഖം വേറെ ഉണ്ട്? അതല്ലേ ഏറ്റവും വലിയ സുഖം. നമ്രൂദ് മേലെന്ന് നോക്കിയിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് ചോദിച്ചു, അല്ല ഇബ്രാഹിമേ, എന്തേ ചോദിക്കണം, എന്താ വിഷയം എന്ന് വെച്ചു. ഇങ്ങോട്ട് വരാൻ പറ്റുമോ? സുഖമായിട്ട് വരാൻ പറ്റുന്നു. അപ്പൊ നമ്രൂദ് ഇങ്ങനെ കാണുന്നുണ്ട് ഒരു നിയലിങ്ങനെ. ആരാ അപ്പുറത്തിരിക്കുന്നത്? അടുത്തല്ല, വളരെ ദൂരത്തുനിന്നാ നോക്കുന്നത്. കാരണം തീന്റെ ഒക്കെ അത്രയല്ലേ. ദൂരത്തുനിന്ന് എത്തി നോക്കിയിട്ട് ചോദിക്കണം, ആരാ അടുത്തിരിക്കുന്നത്? മലക്കുല്ലിൽ, തണല് കൊടുക്കാനുള്ള ഏൽപ്പിച്ച മലക്കില്ലേ, മുപ്പര വിട്ടതാ. എന്തിനറിയോ? എനിക്ക് ടൈം പാസിന് വേണ്ടി. ഞാൻ ആരും വേണ്ടെന്നാ പറഞ്ഞേ, എനിക്ക് ടൈം പാസ്. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, ദിക്ർ മതി. പക്ഷെ എന്നിട്ടും അല്ലാഹു തആല ഖലീലുല്ലാഹിയാണല്ലോ ഇവിടെ ഉള്ളത്. അപ്പൊ അല്ലാഹു തആല ഒരു മലക്കിനെ വിട്ടുകൊടുത്തു. അത്ര നല്ല സുഖം ദുന്യാവിൽ വേറല്ല. അതേ അനുഭവമാണ് ഇവിടെ. ഇവന്റെ ദൃഷ്ടിയിൽ, ജനങ്ങളുടെ ദൃഷ്ടിയിൽ തീയിലേക്കാ പോയി വീണത്, പക്ഷേ അത് സ്വർഗത്തിലാ പോയി വീണത്. എന്ത്? ആ കാലിൽ ഒരു മുള്ളോ ഒരു വേദനയോ ഒരു തീക്കണലോ ഒന്നും ഏൽക്കൂല. ഇത്രയും വലിയ ഈമാനല്ലേ പ്രഖ്യാപിച്ചത്. ഈ മനുഷ്യനാണ് ആഖിറത്തിൽ വരുമ്പോ കൂടുതൽ സാക്ഷിയുള്ള ആള് എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ദജ്ജാലുമായിട്ടുള്ള വിഷയങ്ങൾ പറഞ്ഞപ്പോ നമ്മളോട് ചില കാര്യങ്ങൾ ഉണർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതിലൊന്ന്, ദജ്ജാല് വരുന്നതിന് മുമ്പ് സ്വാലിഹായ കർമ്മങ്ങളൊക്കെ ധാരാളം ചെയ്യണം. ബാദിറൂ ബിൽ അഅമാലി സിത്ത, ഹദീസിൽ കാണാം 6 വിഷയങ്ങൾ വരുന്നതിന്റെ മുമ്പ് പെട്ടെന്ന് കർമ്മങ്ങളൊക്കെ ചെയ്തോളണം. പിന്നെ ചെയ്യാൻ നേരം കിട്ടിയില്ല എന്ന് പറയരുത്. അതിൽ തങ്ങൾ എണ്ണിയ ഒന്നാണ് ദജ്ജാൽ, പ്രധാനപ്പെട്ട ഒന്നാണ്. ബാക്കിയുള്ളത് ചിലതൊക്കെ നമ്മളെ വിഷയത്തിൽ വരും, ഇൻഷാ അല്ലാഹ് അവിടെ വെച്ച് പറയാം. ഈ ദജ്ജാല് വരുന്ന സമയത്ത് ജനങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നിർദ്ദേശമാണ്, മൂമിനായ മനുഷ്യന്മാരൊക്കെ ചിന്തിക്കണം, അവൻ തീയാണെന്ന് പറയുന്ന ഏതെങ്കിലും ഒന്ന് നിങ്ങളെ മുന്നിൽ കൊണ്ടുവന്ന് വരുമ്പോ നിങ്ങൾ അതിലേക്ക് ചാടണം. ഈമാനുള്ളവർ ചാടട്ടോ. അതുകൊണ്ടാണ് 10,000-40,000-ത്തിലധികം വരുന്ന ആളുകൾ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ മുഅ്ജിസത്ത് കണ്ട് മുസ്ലിമായപ്പോ സുജൂദിലായി വീണപ്പോ ഫിറൗൻ എന്തേ പറഞ്ഞത്? നിങ്ങളെ കയ്യും കാലും മുറിച്ചിട്ട്, നിങ്ങളെ നല്ലോണം കുരിശിൽ തറച്ചിട്ട് നിങ്ങളൊക്കെ ചുട്ട് കരിക്കും, കുരിശിലേറ്റെന്നൊക്കെ പറഞ്ഞപ്പോ എന്താ അവര് മറുപടി പറഞ്ഞത്? ലാ വൈർ, ഒരു പ്രശ്നമില്ല, ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. നീ ചെയ്യാണെങ്കിൽ ദുന്യാവിലല്ലേ ചെയ്യുള്ളൂ. ഇന്നമാ തഖ്ദി ഹാദിഹിൽ ഹയാത്തദ് ദുനിയ, ഇവിടെല്ലേ ചെയ്യുള്ളൂ. ഞങ്ങൾ ഇവിടെ അല്ല കൂടുതൽ വിശ്വസിച്ച അവിടെ. ഫഖ്ലിമാ അൻത ഖാൽ, തോന്നുന്നത് ചെയ്തോ, തോന്നുന്നത് ചെയ്ത് ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. ഇന്നാ ഇലാ റബ്ബിനാ മുൻഖലിബൂൻ, ഞങ്ങൾ റബ്ബിലേക്ക് മടങ്ങി പോകുന്നവരാണ്. നീ അങ്ങനെ ചെയ്തു, നിങ്ങൾ മരിച്ചു, എന്നാലും ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. ഞങ്ങൾ യഥാർത്ഥ വിശ്വാസത്തിലല്ലേ മടങ്ങി പോകുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. അത് ഈമാന് ശരിക്ക് ഖൽബിലും രക്തത്തിലും മജ്ജയിലും മാംസത്തിലും ഊട്ടിയുറപ്പിക്കപ്പെട്ടു പോയോ പരീക്ഷണങ്ങളിൽ ഈമാന് മാറൂല, പ്രലോഭനങ്ങളിൽ ഈമാന് മാറൂല, പ്രകോപനങ്ങളിലും തകരൂല. അഞ്ഞി ദജ്ജാലല്ല ആര് വന്നാലും അങ്ങനെ തന്നെയാണ്. അള്ളാഹു നമുക്ക് ഈമാൻ ഏറ്റിത്തരട്ടെ. ഇത്രയും ഗൗരവമുള്ള വിഷയമായതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്, ഇദാ തശഹദ അഹദുക്കും, നിങ്ങളിൽ ഒരാൾ അത്തഹിയ്യാത്ത് ഓതിയാൽ ഫല്യതഅവ്വദ് മിൻ അർബഅ, 4 കാര്യങ്ങളിൽ നിന്ന് കാവൽ ചോദിക്കണം. 4ഉം വലിയ വിഷയം തന്നെയാണ്. ഒന്ന് നരകശിക്ഷ, അത് കടുത്ത വിഷയമാണ്. മറ്റൊന്ന് ഖബർ ശിക്ഷ, മറ്റൊന്ന് ഫിത്നത്തുൽ മഹ്യാ വൽ മമാത്ത്, ജീവിതത്തിലെയും മരണസമയത്തുള്ള പരീക്ഷണം. ഈമാന്റെ പരീക്ഷണമാണ് പ്രധാനം. 4മത്തതാണ് വമിൻ ശർറിൽ മസീഹിദ് ദജ്ജാൽ, മസീഹുദ് ദജ്ജാലിന്റെ ഷർറിൽ നിന്ന് കാവൽ ചോദിക്കണം. അത്തഹിയ്യാത്ത് ഓതുകയാണെങ്കിൽ ഫർദിൽ മാത്രമല്ലല്ലോ അത്തഹിയ്യാത്ത് ഓതുക, സുന്നത്തിൽ.
ആളുകൾ എന്താ ചെയ്യാ? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി എന്ന് ബഅദുന്നാസ് ചൊല്ലും, ബാക്കിയുള്ളവർ ചൊല്ലുമെന്ന് അറിയില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നേരല്ലേ ചിലൊക്കെ വരുമ്പോ നോക്കാം, ഇപ്പൊ നേരല്ലേ ചൊല്ലാൻ. എല്ലാ അത്തഹിയ്യാത്തിലും ചൊല്ലണം, ഫർദിലും ചൊല്ലണം, സുന്നത്തിലും ചൊല്ലണം. അത്തഹിയ്യാത്ത് ഓതുന്നുണ്ടോ എന്നാ ദജ്ജാലിൽ നിന്ന് കാവൽ ചോദിക്കണം. നരകശിക്ഷയിൽ നിന്ന് കാവൽ ചോദിക്കണം. ഖബറിന്റെ അദാബിൽ നിന്ന് കാവൽ ചോദിക്കണം. ജീവിതത്തിലെയും മരണത്തിലെയും ഫിത്നയിൽ നിന്ന് കാവൽ ചോദിക്കണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഈ ചോദ്യം ചോദിച്ച് സുമ്മ യദ്ഉ ലി നഫ്സിഹി ബിമാ ബദാലഹു, പിന്നെ സ്വന്തം ശരീരത്തിന് വേണ്ടിയുള്ള ദുആ അല്ലേ, അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു തുടങ്ങിയ ഹദീസിൽ വന്ന ദുആകൾ അത് ദ്വാർക്കണം. ഇതേതായാലും വിടാൻ പാടില്ല. അത്തഹിയ്യാത്തും സ്വലാത്തും ചൊല്ലിക്കഴിഞ്ഞാൽ ഈ ദുആ വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചത്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക തൊട്ട് തുടങ്ങുന്ന ദുആ അത് ഒഴിവാക്കൽ കറാഹത്താണ്. അത് ഫർദിൽ ഒഴിവാക്കാൻ പാടില്ല, സുന്നത്തിൽ ഒഴിവാക്കാൻ പാടില്ല. സാധേ അങ്ങനെയാണെങ്കിൽ തറാവീഹ് നീളൂലേ? ആകെ ഒരു വർഷത്തിൽ ഒരു മാസം കിട്ടുന്ന തറാവീഹ്. അല്ലോ നമ്മളെ ആൾക്കാർക്ക് എപ്പോഴാ എന്റെ പള്ളിയിൽ തറാവീഹ്? എന്റെ പള്ളിയിൽ 8 മണിക്ക് തുടങ്ങി 8:30. എന്നാ നാളെ മുതൽ ഞാനവിടെ, ഒരു പ്രശ്നമില്ല. എന്നാ ആ സമയത്ത് തന്നെ എവിടെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ദുന്യവ്യാ വിഷയത്തിന് ക്യൂ നിൽക്കുകയാണെങ്കിൽ മണിക്കൂർ എത്ര കണ്ടു നിന്നാലും കുഴപ്പമില്ല. കുട്ടികൾക്ക് ഒരു സ്കോളർഷിപ്പ് കിട്ടാണ്ട് ആധാര പേപ്പർ നോക്കിയിട്ട് എവിടെയും കിട്ടില്ല. വെള്ളിയാഴ്ച ആരെങ്കിലും പാടില്ല, ശനിയാഴ്ച വലിയനാളാൻ പാടില്ല, ആൾക്കാർ ക്യൂ നിൽക്കും. ദുന്യാവാണത്. അതിനെത്ര നിന്നാലും ഒരു പ്രശ്നം ഉണ്ടാവില്ല. അവിടെ എത്ര നിന്നാലും കാൽമുട്ടിന് വേദന മറ്റൊന്നും ഉണ്ടാവില്ല. പള്ളിയിലെത്തിയ കാൽമുട്ടിന് വേദന കസാര നീക്കിക്കൊണ്ടുപോകും. എവിടെ നിന്നാലും അവിടെ നിൽക്കുമ്പോഴൊന്നും കാൽമുട്ടിനൊരു പ്രശ്നമില്ല, ഊരൊക്കെ ഒരു പ്രശ്നമില്ല. പള്ളിയിലെത്തിയ കാണാൻ ഒരു കസാര ഇങ്ങനെ ഒത്തിക്കൊണ്ടുപോകും. എങ്ങനെ കസാര? മുട്ടുകാരന് ഭയങ്കര വേദന. അപ്പൊ ഞങ്ങൾ ഇയല്ല ഇപ്പൊ ആ രാഷ്ട്രീയക്കാരന്റെ പ്രസംഗം കണ്ട് 2.5 മണിക്കൂറോട് നിന്ന് ഇപ്പൊ ഞാൻ വേദന അറിഞ്ഞില്ല. നിങ്ങള് ആൾക്കാരെ ഒരു ദുർഗതിയാണ്. ഇതിലൊക്കെ ആൾക്കാർക്കും കൊണ്ട് സ്പീഡ് കൂടിയിട്ട് തിരക്ക് കൂടിയിട്ട് അത്തഹിയ്യാത്തിന്റെ ശേഷമുള്ള ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ ദുആ ചെയ്യാതെ എങ്ങോട്ടാ നിസ്കരിച്ച് നമ്മൾ സലാമത്താകുന്നത്? കാരണം മസീഹു ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് കാവൽ ചോദിക്കാൻ തങ്ങൾ പറഞ്ഞു എന്ന് മാത്രമല്ല, തങ്ങൾ പഠിപ്പിക്കുകയും ചെയ്ത വിഷയമാണ്. അത് അത്രയും ഗൗരവമുള്ള വിഷയം കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പഠിപ്പിച്ചത്. ആ മസീഹു ദജ്ജാലിന്റെ വരവിൽ നിന്ന് കാവൽ ചോദിക്കാനും അവന്റെ ഫിത്നയിൽ അകപ്പെടാതിരിക്കാനും നമ്മെ നിർദ്ദേശിച്ച, ഓർമ്മപ്പെടുത്തിയ, ഉണർത്തിയ കാര്യങ്ങൾ ഞാനൊന്ന് ചുരുക്കി വിവരിച്ചു എന്നതാണ് ഹദീസിൽ നിന്ന് വന്ന വിഷയങ്ങൾ. ദജ്ജാല് വരുമ്പോ ജനങ്ങളൊക്കെ പർവ്വതങ്ങളിലേക്ക് ഓടിപ്പോകും എന്നൊരു ഹദീസ് കാണാം. ഓടിപ്പോകും പേടിച്ചിട്ട്. ആര്? ഈമാനുള്ള മനുഷ്യൻ ഈമാനിൽ ഫിത്നയിലായി പോകണ്ടെന്ന് പേടിച്ച് പർവ്വത നിരകളിലേക്ക് ഓടിപ്പോകും. ഏകദേശം നല്ല ഈമാനിൽ ഉറച്ച ആളുകളൊക്കെ നേരത്തെ പറഞ്ഞ കേന്ദ്രങ്ങളിലേക്ക് പോയി നിൽക്കും. മക്ക, മദീന, അതുപോലെ തന്നെ മസ്ജിദുൽ അഖ്സ, അതുപോലെ തന്നെ തുരുസീന, അവിടെയൊക്കെ പോയി നിൽക്കും. കാരണം ഇവന്റെ ഈ ഫിത്നയിൽ ആൾക്കാർ അകപ്പെട്ടു പോകും, കുടുങ്ങിപ്പോകും. ഇപ്പൊ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കുക, ഈമാന്റെ വിഷയത്തില് ദുന്യാവിന്റെ പിറകിൽ പോയിട്ട് എത്ര ആൾക്കാർ ഈമാനാ പോകുന്നത്? എത്ര ആൾക്കാർ ഈമാനാ പോകുന്നത്? ദുനിയാവ് അങ്ങോട്ട് കിട്ടുന്നു കണ്ട ഈമാൻ ഒരു ഭാഗത്ത് ഊരി വെച്ച ആൾക്കാർ അങ്ങോട്ട് പോകും. അവൻ വരുമ്പോ എന്താണ് അവന്റെ കയ്യിൽ സ്വാധീനിക്കാൻ ഇല്ലാത്തത്? ഒരു മനുഷ്യനെ സ്വാധീനിക്കാൻ എന്തൊക്കെ വേണ്ട? നിധി വേണോ? ഭൂമിയിൽ നിങ്ങൾ നിധി എടുത്ത് കൊടുക്കല്ലേ? അപ്പൊ ജീവിതമാണ്, ജീവിതത്തിലെ പിന്നെ സമ്പാദ്യമാണ്, ഇവിടുള്ള ഒരു സമ്പാദ്യമാണ്, സമ്പർക്കമാണ്, സമ്പാദനമാണ് വിജയം എന്ന് കണക്കുകൂട്ടുന്ന ആളുകൾ മൊത്തം അതിൽ പെട്ടുപോകും. ഈമാനുള്ള ആളുകളൊക്കെ അവർ ഈമാനെ പേടിച്ച് പല ഭാഗങ്ങളിലേക്കും ഓടിപ്പോകും. ആ ഓടിപ്പോകുന്ന ഘട്ടത്തിൽ അവരെ മനസ്സിലുള്ള വിചാരം തന്നെ ദജ്ജാലിന്റെ ഫിത്നയിൽ കുടുങ്ങരുത് എന്നാണ്. ദജ്ജാലിന്റെ ഈ സ്വഭാവത്തോട് സാമ്യമുള്ള സ്വഭാവമുള്ള ഒരാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളും ഉമർ റളിയല്ലാഹു അൻഹു പോയി കണ്ടിരുന്നു. ഇബ്നു സയ്യാദ് ഏകദേശം ഇതിനോട് സാമ്യമുള്ള ഒരു സ്വഭാവമാണ്. അവന്റെ വർത്താനം മറ്റോ കേൾക്കുമ്പോൾ അപ്പോ ഉമർ റളിയല്ലാഹു അൻഹു നബിയെ ദജ്ജാലാണെങ്കിൽ അപ്പൊ തന്നെ കൊന്നാണെന്നാ പിന്നെ ആൾക്കാർക്ക് സുഖാണല്ലോ എന്നാണ്. അല്ല, ഇത് കണ്ടിട്ട് കോലം മറ്റോ ഇങ്ങനെ കണ്ടിട്ട് ഇതിങ്ങനെ കടന്നെന്തൊക്കെയോ പറയുന്നത് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ട്. ഇബ്നു സയ്യാദാണത്. ഇബ്നു സയ്യാദ് നബി ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ല, അത് വേറെ വിഷയം. അതൊരു സുദീർഘ ഹദീസാണ്. അതിപ്പോ നമ്മള് വിഷയം ബന്ധപ്പെട്ട കൂട്ടത്തിൽ ദജ്ജാലിനെ പറഞ്ഞു പറഞ്ഞാണ് കൊല്ലട്ടെ എന്ന് വെച്ചു. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ യകുൻഹു ഫലം തുസല്ലത അലൈഹി, ഇത് ദജ്ജാലാണെങ്കിൽ തന്നെ കൊല്ലാൻ നിങ്ങളല്ല അള്ളാഹ് ഏൽപ്പിച്ചത്. കൊല്ലേണ്ട ആളും നിങ്ങളല്ല. പിന്നെ എന്തിനാ നിങ്ങൾ കൊല്ലുന്നത്? ദജ്ജാലല്ല, നബിനെ കൊന്നിട്ട് കാര്യം വെറുതെ നിന്നെ ഒരാൾ കൊല്ലണ്. ഇനി ആണെങ്കിൽ തന്നെ കൊല്ലേണ്ട ചുമതല നിങ്ങൾക്കല്ല, അത് ബഹുമാനപ്പെട്ട മസീഹ് ഈസ അലൈഹിസ്സലാമിനാണ്. ഈ ദജ്ജാലിന്റെ രൂപഭാവങ്ങൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പലപ്പോഴായി അല്ലാഹു തആല കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അല്ലാഹു കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇസ്രാഇന്റെ യാത്രയിൽ. അത് മഹാന്മാരായ പണ്ഡിതന്മാരെ ഹദീസ് വിശദീകരിച്ചിട്ടുണ്ട്. ഇസ്രാഇന്റെ യാത്രയിൽ ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ ചോദിച്ചു, ആ കാണുന്ന രൂപം
ഇതുവരെ കാണാത്ത രൂപമാണല്ലോ, അതാണ് നബി ദാക്കൽ മസീഹു ദജ്ജാൽ. അതാണ് മസീഹ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ പറയുമ്പോഴേ ആളുകൾക്ക് സ്വാഭാവികമായിട്ട് ഉള്ളിൽ വരും, നബി റളിയല്ലാഹുവിനെ കണ്ടു, പലരും കണ്ടു, നബി തങ്ങൾ കണ്ടിട്ടില്ലേ എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുണ്ട്. തങ്ങൾക്ക് ഒന്നിലധികം തവണ ദജ്ജാലിന്റെ രൂപങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരിക്കൽ മത്താഫിൽ നബി തങ്ങൾ തവാഫ് ചെയ്യുമ്പോൾ തന്നെ വിവിധ രൂപങ്ങൾ കണ്ടപ്പോ ആ രൂപം എനിക്ക് മനസ്സിലായി. ആ രൂപം കണ്ടപ്പോ അത് ഈസാ നബി അലൈഹി സ്വലാമിന്റെ രൂപമാണ്. മറ്റേത് ഈസാ നബി അലൈഹി സ്വലാമിന്റെ രൂപമല്ല, അതൊരു മസീഹാണ്, മസീഹു ദജ്ജാലാണ്. കൃത്യമായിട്ട് ദജ്ജാലിന്റെ രൂപഭാവങ്ങൾ കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചപ്പോ പറഞ്ഞു, ദജ്ജാലിനെ കണ്ടാല് ഒരു അബ്ദുൽ ഉസ്സയെ പോലെ ഉണ്ടാകും. അന്നത്തെ ഒരാളാണ് അബ്ദുൽ ഉസ്സ ബിൻ ഖത്തൻ. മോഡൽ പറഞ്ഞെടുത്താണ്. ഓരോരുത്തരും മോഡൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെടുത്തുന്നല്ലോ. ആ മോഡൽ പറഞ്ഞെടുത്തു. എന്നിട്ട് തങ്ങൾ വന്നിട്ട് പറഞ്ഞു, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മോഡൽ നിങ്ങൾക്ക് കൂടുതൽ തിരിയണമെങ്കിൽ അത് നിങ്ങളെ കൂട്ടത്തിൽ ഞാൻ തന്നെയാണ് ആ മോഡലിനോട് കൂടുതൽ സാമ്യമുള്ള ആള്. അംബിയായില് ഓരോരുത്തർ മോഡൽ പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ മോഡൽ പറഞ്ഞപ്പോ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കാണണമെങ്കിൽ പിന്നെ ആ രൂപവും ആ ഭംഗിയും മറ്റുമൊക്കെ കാണണമെങ്കിൽ ഏകദേശം നമ്മളെ ഉർവത്ത് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പോലെ ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു. നേരത്തെ തങ്ങളുമായി ഹുദൈബിയയിൽ കരാർ ചെയ്താൻ വേണ്ടി വന്ന ആൾ കൂട്ടത്തിൽപ്പെട്ട പ്രമുഖനാണ് ഉർവത്ത് ബിൻ മസ്ഊദ്. പിന്നെ തങ്ങളെ കണ്ട് മുസ്ലിമായി, തങ്ങളെ കൂടെയായി, സ്വഹാബിയായി. ആ ഉർവത്ത് ബിൻ മസ്ഊദിന്റെ മോഡൽ ഉണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിരുന്നു. രൂപഭാവങ്ങൾ നോക്കിയിട്ട് ഓരോരുത്തരുടെ മുടിയും ഷെയ്പ്പും ഒക്കെ നോക്കി എല്ലാം വിവരിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാ നബിമാരുടെയും മോഡൽ സ്വഹാബത്ത് ചോദിക്കുന്നതനുസരിച്ച് അവരുടെ മുടി ഇങ്ങനെയാണ്, അവരുടെ മൂക്ക് ഇങ്ങനെയാണ്, അവരുടെ നീളം എങ്ങനെയാണ്, അവരുടെ ചുമലിങ്ങനെയാണ് ഒക്കെ പറഞ്ഞെടുത്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ ദജ്ജാലിന്റെ മോഡലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വിവരിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ദജ്ജാലിൽ നിന്ന് അള്ളാഹു നമ്മെയും നമ്മുടെ ഉമ്മത്തിനെയും മൊത്തം അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് വലിയ കാവൽ അള്ളാഹു നൽകുമാറാകട്ടെ.